സിൽവർ ലൈനിനെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നു? ഇന്ന് ഈ വാർത്ത വന്നപ്പോൾ വാർത്ത വരുന്നത് തന്നെ എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. കാരണം സിൽവർ ലൈനിൻ്റെ കാര്യത്തിൽ റെയിൽവേയുടെ നിലപാട് എത്രയോ കാലം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. റെയിൽവേ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, കേരളത്തിൽ വന്ദേ ഭാരത് വേഗതയേറിയ സർവീസ്, ആ സർവീസ് വന്ദേ ഭാരതിലൂടെ സാധ്യമാകും. അതിനു വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ലൈൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിലവിലുള്ള ലൈനിൽ തന്നെ ആവശ്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതൊക്കെ സാധ്യമാകും. അതുകൊണ്ട് അതിലൊരു അത്ഭുതമൊന്നുമില്ല. സദേൺ റെയിൽവേ അത് പറ്റില്ല എന്ന് റിപ്പോർട്ട് അയച്ചു എന്ന് പറയുന്നത് അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് നമ്മുടെ തോമസ് മാഷ് പോയിട്ട് ഡൽഹിയിൽ എന്നെ കാണാൻ വന്നിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചില മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു, അതായത് മുരളീധരനെ കണ്ടു, സംസാരിച്ചു, ഇനി കേരളയിലൊക്കെ ശരിയാവും. എന്നെ കണ്ട് സംസാരിച്ചത് കേരളയിലൊന്നുമല്ല. അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഒന്ന് കാണാൻ വന്നു എന്നുള്ളതല്ലാതെ ഒരു കേരളയിലും കേന്ദ്ര സർക്കാരിൽ ആരുടെ ഭാഗത്തു നിന്നും അതിലൊരു താല്പര്യമില്ല. കാരണം കേരളത്തിലെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ റെയിലും കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് താല്പര്യം.